പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, പ്രത്യേകിച്ച് മെയ് 26 മുതൽ പൊതുമണ്ഡലത്തിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഈ വിജയൻ്റെ മകൾ വീണ പ്രതിയായിട്ടുള്ള മാസപ്പടി കേസ്. ആ മാസപ്പടി കേസിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന വെള്ളിയാഴ്ച വിജയൻ്റെ മകൾ വീണയെ ED ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അത് വെറുമൊരു ചോദ്യം ചെയ്യൽ ചടങ്ങല്ല. ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 136 രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും നടക്കാൻ പോകുന്നത്. നടന്നതിന് ശേഷം ഒരുപക്ഷെ വീണ വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിത അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിലുള്ള വാർത്തകൾ ഇപ്പോൾ എന്തായാലും വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ഈ മാസപ്പടി കേസിൻ്റെ അന്വേഷണം തടയാൻ വേണ്ടി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ CMRL എന്ന് പറഞ്ഞിട്ടുള്ള ശശിധരൻ കർത്തായുടെ കമ്പനി വിജയൻ്റെ മകൾ വീണയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായ ശ്രമങ്ങൾ ഒന്ന് വിശദമായി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? പൊതുജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള, സംസ്ഥാന സർക്കാരിന് പോലും ഓഹരി ഉടമാവകാശമുള്ള ഒരു കമ്പനിയാണ് ഈ CMRL എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു അഴിമതി ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. ആ അഴിമതി ആരോപണത്തിൽ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ മകൾ ഭാഗഭാക്കാണ് എന്ന കാരണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് CMRL എന്ന് പറഞ്ഞ ഈ കമ്പനി, എനിക്ക് തോന്നുന്നു 2023 മുതൽ ഈ കേസന്വേഷണം തടയാൻ വേണ്ടി വിവിധ കോടതികളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ അവർ ശ്രമിച്ചിട്ടും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ കേസന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു സൗന്ദര്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സുഹൃത്തുക്കളെ, ഈ കരിമണൽ കമ്പനി യഥാർത്ഥത്തിൽ വീണ എന്ന് പറഞ്ഞ ഈ സ്ത്രീക്ക് വേണ്ടിയാണ് ഈ കരിമണൽ കമ്പനി കോടതികളിൽ മുഴുവൻ നടന്ന് ഈ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ഓർക്കണം, യഥാർത്ഥത്തിൽ ഈ മാസപ്പടി കേസിൻ്റെ ഒരു ജെനിസിസ്, അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ 2023 6 മാസം ഈ ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന കമ്പനിയിൽ നിന്ന് ഒരു സേവനവും വാങ്ങാതെ വിജയൻ്റെ മകൾ വീണ 1,72,00,000 രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് ഉള്ള പരാമർശമാണ് ഈ മാസപ്പടി കേസിൻ്റെ ജെനിസിസ്, അതിൻ്റെ ഉത്ഭവം. സുഹൃത്തുക്കളെ, ആ 2023 നവംബറിലോ ഡിസംബറോ മുതൽ ഈ CMRL തുടങ്ങിയതാണ് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം. ഏതാണ്ട് 8-9 പ്രാവശ്യം ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ വിജയൻ്റെ മകൾ വീണയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഞാൻ ഓർക്കുന്നു, 2023 നവംബറിലോ ഡിസംബറിലോ മറ്റോ ആണ് ഷോൺ ജോർജ്, അന്ന് അദ്ദേഹം ജനപക്ഷം എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ SFIO അന്വേഷണം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ആ കേരള ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ദേവൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ്റെ ബെഞ്ചിനെയാണ് സമീപിച്ചത്. ആ കേസ് ഇങ്ങനെ നീട്ടാൻ വേണ്ടിയിട്ട് ജനുവരി ഫെബ്രുവരിയൊക്കെ നീട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാൽ ദേവൻ രാമചന്ദ്രൻ CMRLനും SFIOയ്ക്കും ഒക്കെ നോട്ടീസ് അയച്ചു. വിജയനും മകൾക്കൊന്നും നോട്ടീസ് അയച്ചില്ല. എന്തായാലും ഇവർക്ക് നോട്ടീസ് അയച്ചു. ഷോൺ ജോർജ് ഏതാണ്ട് 700 ചില്ലുവാനും പേജിൻ്റെ രേഖകൾ സമർപ്പിച്ചു എന്നാണ് ഷോണുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്. ഇത് എന്തുകൊണ്ട് SFI അന്വേഷണം വേണം എന്നുള്ളത് സംബന്ധിച്ച്. അവസാനം ജനുവരി മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിങ്ങനെ നീട്ടിവെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഹൈക്കോടതിയിലെ ന്യായാധിപനാണ് 2024 ജനുവരിയിൽ ഈ കേസിൽ SFIO അന്വേഷണം വേണം എന്ന് പ്രഖ്യാപിക്കുന്നത്. അത് വളരെ നിർണായകമായിട്ടുള്ളൊരു സ്റ്റെപ്പായി. അപ്പോൾ ആ അവസരത്തിലും കേസുമായി വീണ വിജയം പോകുന്നില്ല.
പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അച്ഛൻ മുഖ്യമന്ത്രിയാണ്. KSIDC പോകും, CMRL പോകും, അവർ പണം ചെലവഴിച്ചുകൊള്ളും എന്നുള്ളത് കൊണ്ടാണ് അവർ പോയി ഇത് തടയാൻ ശ്രമിച്ചു. പക്ഷേ അന്ന് ദേവൻ രാമേന്ദ്രൻ്റെ കർശനമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് അന്ന് ഈ കേസ് അന്വേഷണം തടയപ്പെട്ടില്ല. അതിനെ തുടർന്ന് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നത് എന്താ? വീണ വിജയൻ നേരിട്ട് ബാംഗ്ലൂരു ഹൈക്കോടതിയെ സമീപിക്കുന്നു, കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു. ആ കേസിൽ ഈ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ ലുത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകമെന്നാണ് വാദിച്ചത്. പക്ഷേ ആ കേസ് അവിടെ തള്ളിപ്പോകുന്നു. ആ കേസിൽ അന്വേഷണം മരവിപ്പിക്കാൻ കഴിയില്ല എന്ന് കർണാടക ഹൈക്കോടതി തീരുമാനിക്കുന്നു. ആ കേസ് തള്ളിപ്പോകുന്നു. അതിനെ തുടർന്ന് മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ മറ്റോ ആ കേസിൽ ഇപ്പോൾ ഒരു അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ആ അപ്പീൽ അവിടെ പെൻഡിങ് ആണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഈ SFIO അന്വേഷണം മരവിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ CMRL കേസിന് പോകുന്നു. അപ്പോൾ ഈ അന്വേഷണം മരവിപ്പിക്കാനാണ് ശ്രമം. ഗുണഭോക്താവ് വീണയാണ്, പക്ഷെ പോകുന്നത് കരിമണൽ കമ്പനിയാണ്. ആ കേസ് അവിടെ തള്ളിപ്പോകുന്നു. അങ്ങനെ SFIO അന്വേഷണം തുടങ്ങുന്നു. അതിനിടയിൽ SFIO അന്വേഷണം തുടങ്ങുന്നു. ആ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ ആ SFIO അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് സമർപ്പിക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിൽ ഇതിൽ CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കുന്നു. ആ കേസും പെൻഡിങ്ങിൽ കിടക്കുന്നു. അങ്ങനെ SFIO അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ED അന്വേഷണം ED അന്വേഷണം ആരംഭിക്കുന്നത്. അതിൽ ഷോൺ ജോർജിന് ഇടപെടലുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പില്ല. എന്തായാലും ഈ ED അന്വേഷണം തുടർന്നു. ED അന്വേഷണം ആരംഭിക്കുന്നു. SFIO അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നു. ആ റിപ്പോർട്ടിന്മേൽ എറണാകുളം സെഷൻസ് കോടതി, അഡീഷണൽ സെഷൻസ് കോടതി 3 ഈ SFIO അന്വേഷണത്തിൽ വീണ കൂടി പ്രതിയായി കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നു. അതിനിടയിലാണ് ഈ SFIO അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു. അവിടെയും ഗുണഭോക്താവ് വീണയാണ്, പക്ഷേ കേസിന് പോകുന്നത് CMRL ആണ്. സുഹൃത്തുക്കളെ, ആ കേസ് ഏതാണ്ട് 24 തവണയാണ് ഡൽഹി ഹൈക്കോടതി ആ കേസ് മാറ്റി വയ്ക്കുന്നത്. ആ കേസിൽ ഇപ്പോഴും അന്തിമമായിട്ടൊരു തീരുമാനം വന്നിട്ടില്ല. അത് ജൂലൈയിലാണ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടല്ലോ, ആദ്യം കേരള ഹൈക്കോടതിയിൽ പോയി, ഗുണം കിട്ടിയില്ല. കർണാടക ഹൈക്കോടതിയിൽ പോയി, ഗുണം കിട്ടിയില്ല. ഡൽഹി ഹൈക്കോടതിയിൽ ആദ്യം പോയി, ഗുണം കിട്ടിയില്ല. അതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയിൽ രണ്ടാമത് പോയി, അത് നീട്ടി വെച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ CBI അന്വേഷണം എന്ന് പറഞ്ഞു പോയി, അത് പെൻഡിങ്ങിൽ കിടക്കുന്നു. അതിനിടയിൽ ഹൈക്കോടതിയിൽ CMRL വീണ്ടും ചെല്ലുന്നു. ഗുണഭോക്താവ് വീണയാണെന്ന് ഓർത്തോളം. CMRL വീണ്ടും ചെന്ന് ഈ അന്വേഷണം തടയണമെന്ന് പറയുന്നു. ED അന്വേഷണം തടയണമെന്ന് പറഞ്ഞു. അത് 1.5 വർഷമായി പെൻഡിങ്ങിൽ കിടക്കുന്നു. പലചോക്കണം എങ്ങനെയൊക്കെയാണ് ഈ കേസിനെ അട്ടിമറിക്കാനും എങ്ങനെയൊക്കെയാണ് ഈ കേസിനെ തടസ്സപ്പെടുത്താനും CMRL ശ്രമിക്കുന്നത്. ഗുണഭോക്താവ് വീണയാണെങ്കിലും ഒരു നയാ പൈസയുടെ ചിലവ് വീണയ്ക്കില്ല. എല്ലാം CMRL തന്നെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ED അന്വേഷണം 1.5 വർഷമായി തടസ്സപ്പെട്ട് കിടന്നതാണ്. മെയ് 26 ആയപ്പോൾ ആ തടസ്സം നീങ്ങുകയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ ED അന്വേഷണം തുടരാം എന്ന് ഉത്തരവിടുകയും ചെയ്യുന്നു. ആ ഉത്തരവിട്ട് ഏതാണ്ട് 4-5 ദിവസം കഴിയുമ്പോഴാണ് ആ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് CMRL വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിലെത്തുന്നു. അവിടെയും ഗുണഭോക്താവ് വീണയാണ്, പക്ഷെ ചെല്ലുന്നത് CMRL ആണ്. അവിടെയും CMRL തിരിച്ചടി വരുന്നു. ED അന്വേഷണം തുടരാം എന്ന് ഹൈക്കോടതി പറയുന്നു. അതിനെ തുടർന്ന് SFIO അന്വേഷണത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞ രേഖകൾ തങ്ങൾക്ക് തരണമെന്നും പറഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളത്തെ PMLA കോടതിയെ സമീപിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ അതിനെയും CMRL എതിർത്ത് രംഗത്ത് വരുന്നു. പക്ഷേ കോടതി ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ആ രേഖകളെല്ലാം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് കൊടുക്കണം എന്ന് ഉത്തരവിടുന്നു. ഇപ്പം നമ്മൾ അവസാനം മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരായി
എൻഫോഴ്സ്മെന്റ് പിന്നെ CMRL സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ഇതിൻ്റെ നാൾ വഴി ഒന്ന് ആലോചിച്ച് നോക്കും. 2023 26 വരെയുള്ള നാൾ വഴികൾ പരിശോധിച്ചാൽ എത്ര തവണയാണ് CMRL കേസിന് പോയത്? ഏതാണ്ട് 1-2 തവണയാണ് ആകെപ്പാടെ വീണ പോയിട്ടുള്ളൂ. ബാക്കി സമയങ്ങളിലെല്ലാം CMRലാണ് വീണയ്ക്ക് വേണ്ടി പോയിട്ടുള്ളത്. വീണയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. CMRലും പ്രതിയാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് വീണയാണല്ലോ. വീണയ്ക്കും കൂടെ വേണ്ടി പോകുന്നു. ഒരു കോടിക്കണക്കിന് രൂപ അഭിഭാഷകർക്ക് കൊടുക്കുന്നു. അപ്പം നാൾ വഴി എടുത്തു നോക്കിയാൽ നമുക്കൊന്നുകൂടി ആ നാൾ വഴി ഒന്ന് നോക്കി ഒന്ന് അവസാനിക്കാം. അതായത് ഒരു അഴിമതി കേസ് തടയാൻ, ഒരു അഴിമതി അന്വേഷണം തടയാൻ, വിജയൻ്റെ മകൾ വീണ ഉൾപ്പെട്ട ഒരു അഴിമതി അന്വേഷണം തടയാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. ആദ്യം ഹൈക്കോടതിയിൽ പോകുന്നു, അവിടെ അത് തള്ളപ്പെടുന്നു. അതിനുശേഷം കർണാടക ഹൈക്കോടതിയിൽ പോകുന്നു, അവിടെ തള്ളപ്പെടുന്നു. അതിനുശേഷം അവിടെ ഒരു അപ്പീൽ പെൻഡിങ് ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. അതിനുശേഷം ഡൽഹി ഹൈക്കോടതിയിൽ ആദ്യം പോകുന്നു, അവിടെ തള്ളപ്പെടുന്നു. അതിനുശേഷം ഡൽഹി ഹൈക്കോടതിയിൽ രണ്ടാമത് പോകുന്നു, അതവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നു. അതിനുശേഷം പിന്നെ CBI അന്വേഷണത്തിന് ഒരു കേസ് ഹൈക്കോടതിയിൽ വരുന്നു, അത് പെൻഡിങ് ആയിട്ട് അവിടെ കിടക്കുന്നു. അതിനുശേഷം ED അന്വേഷണം തടയണമെന്നും പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കിടക്കുന്ന കേസ് വരുന്നു. ആ കേസ് അന്വേഷണം തുടരാമെന്ന് വരുന്നു. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു, അത് തള്ളപ്പെടുന്നു. രേഖകൾ വേണമെന്ന് പറഞ്ഞ് ED പിന്നെ PMLA അഡീഷണൽ സെഷൻസ് കോടതിയിൽ 3-ൽ വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നു, അത് തള്ളപ്പെടുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഉത്തരവാദിത്തം നമ്മൾ ആലോചിച്ച് നോക്കണം. സമാനതകളില്ലാത്ത അട്ടിമറി ശ്രമങ്ങൾ, നിയമവ്യവസ്ഥയെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു അഴിമതി അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 3 വർഷം തുടർച്ചയായിട്ടുള്ള ശ്രമമാണ് നടന്നത്. മകള് പോകുന്നു, മകളുടെ അന്വേഷണത്തിൻ്റെ മകള് തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അത് തള്ളപ്പെട്ടു പോകുന്നു. അതിനുശേഷം SFI അന്വേഷണം പ്രഖ്യാപിക്കുമ്പം അത് തടയണമെന്ന് പറയുന്നു. SFI അന്വേഷണം തുറന്നു കഴിയുമ്പോൾ SFIയുടെ റിപ്പോർട്ട് തടയണമെന്ന് പറയുന്നു. ED അന്വേഷണം വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ED അന്വേഷണം തടയണമെന്ന് പറയുന്നു. CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. SFI അന്വേഷണത്തിൽ രേഖകൾ ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അവസാനം അന്വേഷണം തടയണ്ട എന്ന് പറഞ്ഞ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയി അതിനെ തടയാൻ ശ്രമിക്കും. അത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയായതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ ഇത്ര കഠിനമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാവും സുഹൃത്തുക്കളെ. പക്ഷേ അന്തിമമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ, അതാണ് നിയമവ്യവസ്ഥയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ആ നിയമവ്യവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിന് വഴി തുറന്നത്. ED അന്വേഷണത്തിന് തടസ്സപ്പെട്ടുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് വിധി ആ സിംഗിൾ ബെഞ്ചിനെ എടുത്ത് തോട്ടിലെറിഞ്ഞു. അത് തടയാൻ വേണ്ടി ഡിവിഷൻ ബെഞ്ചിൽ ചെന്നപ്പോഴത്തേക്കും അവരും തടയണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ രേഖകൾ ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ അത് തടയാൻ ചെന്നു, അത് കോടതി എടുത്ത് ചവറ്റോട്ടെ കളഞ്ഞു. ഇനി സുപ്രീം കോടതി ചെന്നാലും ആ കേസ് ചവറ്റുകുട്ടയിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. എന്തായാലും അന്വേഷണം സുഗമമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ശ്രമിച്ചത്, ഒരു സുപ്രധാന രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ പ്രതിയാണെന്നുള്ള കാരണം കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അവർ പ്രതിയായിട്ടുള്ള അഴിമതി അന്വേഷണം എങ്ങനെയാണ് അട്ടിമറിക്കാൻ കഴിഞ്ഞ 3 വർഷക്കാലമായി ശ്രമിച്ചത് എന്നുള്ള വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്.